നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല വിഷയം കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരളത്തിലെ നാനാവിധ കോണുകളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആണെങ്കിലും യുവമോർച്ചയാണെങ്കിലും ഹിന്ദു ഐക്യവേദിയാണെങ്കിലും അവരുടെതെല്ലാം ഒരു പങ്ക്, ആ ഒരു അയ്യപ്പന്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പങ്ക് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോയിലൂടെ അല്ലെങ്കിൽ റോഡിൽ നടക്കുന്ന ആ ഒരു വലിയ വിമർശനങ്ങളിലൂടെ ഭക്തർക്കൊപ്പം എങ്ങനെ നിൽക്കാൻ കഴിയുമോ അങ്ങനെ തന്നെ അവർ നിൽക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഒരു ചർച്ചയാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് 2019 നമ്മൾ ഭക്തരെ പോലീസ് അടിച്ചോടിച്ചത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. സർക്കാരിനെ ഏറ്റവും വലിയൊരു കനത്ത പ്രഹരം തന്നെയായിരുന്നു അത്. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു അടിച്ചമർത്തലാണ് പോലീസ് നടത്തിയത്. എന്നാൽ ഇന്ന് യുവമോർച്ചയ്ക്ക് മുന്നിൽ BJPക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മളിപ്പോൾ കണ്ടത്, അല്ലെ ചേച്ചി? എന്താണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും വിസ്മയ, 2019 പോലീസിന്റെ അടിച്ചമർത്തൽ, കഴിഞ്ഞ ദിവസം ഷാഫിക്ക് നേരെയുള്ള അടിച്ചമർത്തൽ, ഇത് മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന രംഗമാണ് കാണുന്നത്. പക്ഷെ ഇന്ന് യുവമോർച്ചയുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന പോലീസിനെയാണ്. ജലപീരങ്കി കൊണ്ടൊന്നും തങ്ങളെ തകർക്കാൻ കഴിയില്ല, ശരണം വിളിയിൽ തന്നെയാണ് യുവമോർച്ച മുന്നേറിയത്. ജലപീരങ്കി അതിൻ്റെ വണ്ടിയുടെ അടുത്ത് തന്നെ ചെന്ന് നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തിരിച്ചടിക്കുന്ന തരത്തിൽ, അതായത് ഉള്ള കൊടിയുടെ കമ്പൊക്കെ വെച്ച് തിരിച്ചടിക്കുന്ന തരത്തിൽ ഇടയ്ക്കൊന്ന് പോലീസ് ഒന്ന് വിരട്ടാൻ നോക്കിയെങ്കിലും മറ്റുള്ള ഉദ്യോഗസ്ഥർ കുറച്ച് പോലീസുകാരെ പിൻവലിക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. ഒരുപക്ഷെ അതൊരു ഷാഫി തരംഗം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യുവമോർച്ചയുടെ അല്ലെ BJPയുടെ മുന്നിൽ പോലീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒന്നും പ്രയോഗിക്കാത്തത്? കഴിഞ്ഞ ദിവസം യൂത്ത്, അതായത് BJP നടത്തിയ ഒരു പ്രതിഷേധത്തിൽ നിരവധി BJP പ്രവർത്തകരെ ആഞ്ഞടിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, പിണറായി പോലീസ് ഒന്നോർത്തു വെച്ചോ, ഇത് കോൺഗ്രസ് അല്ല BJP ആണ്, അടി കിട്ടുവാണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ കിട്ടും, തിരിച്ച് അവിടെ വന്നടിക്കും എന്നുള്ളത് പറഞ്ഞു. അത് ഒരു പക്ഷേ കൃത്യമായിട്ട് അറിയാം BJP എന്താണെന്നുള്ളത്. പിണറായി ഇപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുകയാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായിക്ക് വേണമെങ്കിൽ ഇന്ന് 1 മണിക്കൂർ കഴിഞ്ഞ ആ ഒരു പ്രതിഷേധത്തിൽ ഓർഡർ ഇടാമായിരുന്നു തിരിച്ച് ആഞ്ഞടിക്കുക എന്നുള്ളത്. അതാണല്ലോ ശീലം. അതാണ് ശീലം. പക്ഷെ അതാണ് നമ്മൾ കഴിഞ്ഞ തവണ ഷാഫിക്ക് പേരാമ്പ്രയിൽ കണ്ടത്. ഷാഫിക്ക് നേരെ തിരിഞ്ഞടിക്കുന്ന പോലീസ് ലാത്തി ചാർജ് ഉണ്ടായില്ല എന്ന് പറഞ്ഞെങ്കിലും ഷാഫി ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ ആശുപത്രിയിലാണ്. ഒരു പ്രവർത്തകന്റെ കണ്ണ് ഫുള്ള് പോയി. അപ്പൊ എത്ര തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞാൽ അവരടിക്കുന്ന രംഗങ്ങൾ വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ അതിലെ റൂറൽ SP പറഞ്ഞിരിക്കുന്നത് ഷാഫിയെ അടിച്ചത് മനഃപൂർവ്വം ബോധപൂർവ്വം ഒരു പോലീസ് തന്നെയാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ശബരിമല വിഷയം പല രീതിയിൽ കെട്ടടക്കാൻ ശ്രമിക്കുന്ന പിണറായിക്കിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് BJP ഒന്ന് ഉണർന്നെഴുന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട് BJP എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു എന്താ പറയാ സമാധാനപരമായിട്ടുള്ള മാർച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് BJP നടത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് BJP ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം ഏറ്റെടുക്കുക? എന്നാൽ ചോദിക്കും, ഹിന്ദുവിനെ മൊത്തത്തിൽ BJPക്ക് അങ്ങ് ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയല്ല. BJPയുടെ ഒരു പൊതു സ്വഭാവം എല്ലാവർക്കും അറിയാം. ഒരു ഹിന്ദുത്വ ചായ്വുള്ള ഒരു പാർട്ടി തന്നെയാണ് BJP എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ BJP പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു ചർച്ചകൾ പലയിടത്തുനിന്ന് വന്ന് നമ്മളും ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് നേരെ മറിച്ചാണ്. യുവമോർച്ചയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളുടെ റിപ്പോർട്ടറൊക്കെ പറഞ്ഞ അനുസരിച്ച് ഓരോ ഭാഗങ്ങളിൽ ഈ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ആക്രമിച്ചത്. ബുദ്ധി പോലീസിന്റെ, പിണറായി പോലീസിന് മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തകരും, അതായത് പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ജലപീരങ്കിയോ മറ്റേതൊക്കെ വരുമ്പോൾ ഇവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് ഗ്രൂപ്പായിട്ട് പല ഇടങ്ങളിലായിട്ട് വിന്യസിക്കും. അപ്പൊ ഒരിടത്ത് പീരങ്കി ഒഴിക്കുമ്പോൾ മറ്റിടത്ത് ചാർത്തും. അപ്പൊ ഇത് ഇവർക്ക് പോലീസിന് ശരിക്കും ഒരു വലിയൊരു യുദ്ധമാണ് ഇന്ന് തലസ്ഥാന നഗരിലേക്കാണ്. ഇപ്പോഴും ഒരു പക്ഷേ അവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. അതികഠിനമായിട്ടുള്ള പ്രതിഷേധമാണ് ശബരിമല കൊള്ളയ്ക്കെതിരെ യുവമോർച്ച നടത്തുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട്,
കേരളം ഇപ്പോൾ പ്രതിഷേധ ചൂടിൽ തന്നെയാണ്. ഒരു കാലത്ത് ഇത് കെട്ടടയ്ക്കാൻ പറ്റില്ല. മറ്റൊരു ഭാഗത്ത് ഷാഫിക്കെതിരെ നേരെയുണ്ടായ ആക്രമണം, ശബരിമല വിഷയവും ഒരുമിച്ചെടുത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. മറുഭാഗത്ത് BJP, യുവമോർച്ച തുടങ്ങിയ സംഘടനകളൊക്കെ മറ്റൊരു തരത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഒരു പക്ഷേ പിണറായി പെട്ട് എന്ന് തന്നെ പറയാം. ഒരു ഭാഗത്ത് മകന്റെ കേസ്, നമ്മൾ ഒക്കെ വിചാരിച്ചിരുന്ന ലൈഫ് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. പക്ഷെ അല്ല, ക്രൈം നന്ദകുമാർ കൊടുത്ത ലാവ്ലിൻ കേസിന്റെ ബന്ധപ്പെട്ട് ഉള്ള ഒരു ED നോട്ടീസാണ് വന്നത്. ഇന്ന് MA ബേബി പറയാതെ എങ്ങ് അറിയാണ്ട് വായിൽ എല്ലില്ലാത്തോണ്ട് വിളിച്ചു പറഞ്ഞു പോയി ഇന്ന ഒരു നോട്ടീസ് കിട്ടി. ഇതുവരെ പിണറായി പോലും മിണ്ടാതിരുന്ന, CPM മിണ്ടാതിരുന്നിടത്ത് ഇന്ന് MA ബേബി അറിയാണ്ട് പറഞ്ഞു പോയി നോട്ടീസ് കിട്ടി. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ ഇതേപോലെ മറ്റേ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ ഒരു മന്ത്രിമാരും മിണ്ടാതിരുന്ന കാര്യങ്ങളല്ല പുറത്തേക്ക് വന്നത് ഇവരുള്ള കൂട്ടത്തിലുള്ള അണികളെ കാരണം തന്നെയാണ്. സ്വാഭാവികമായിട്ട് MA ബേബിയെ നമ്മൾ താത്വിക അവലോകന ചിന്താഗതി അല്ലെ സാംസ്കാരിക നായകരിലെ ഏറ്റവും വലിയ പ്രഗത്ഭൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാൻ. നല്ല മൂളയുള്ള ആളാണ്, നല്ല ബുദ്ധിരാക്ഷസനാണ്. അദ്ദേഹം പറയാതെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇതേപോലെ ഇത്തരത്തിൽ നോട്ടീസ് കിട്ടി. പക്ഷെ അത് അങ്ങനത്തെ നോട്ടീസ് EDക്ക് അത് അന്വേഷിക്കാമായിരുന്നല്ലോ, തെറ്റില്ലാത്തതുകൊണ്ടല്ലേ അവര് പോയത്. അത് കേന്ദ്രത്തിന് ഇട്ടൊരു കൊട്ടുകൊടുത്തു. പാവം പിടിച്ച പിണറായി വിജയൻ എങ്ങനെയെങ്കിലും അമിത്ഷായെ ഒന്ന് കണ്ട് ഒരു വിധത്തിലൊന്ന് കുപ്പിയിലാക്കി കൊണ്ടുവന്നപ്പോഴാണ് MA ബേബി ഇവിടുന്ന് ഒരു പൊട്ടിച്ചേക്കുന്നത്. സൗദിയിലെ ആദ്യം വിദേശ പര്യടനം വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ എങ്ങനെയൊക്കെയോ കയ്യും കാലും ഒക്കെ പിടിച്ച് സൗദി ഒഴിച്ചുള്ള ബാക്കി രാജ്യങ്ങളൊക്കെ പൊയ്ക്കോ സഖാവേ എന്ന് പറഞ്ഞു വിട്ട അമിത്ഷായ്ക്ക് ഇപ്പൊ തിരിച്ച് MA ബേബി വഴി കൊട്ടുകൊടുത്തിരിക്കും. പിണറായി തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ കാണുന്നത്. കാരണം മകന്റെ കേസ് വീണ്ടും കൊത്തി. ഇനിയിപ്പം അത് CPM പാർട്ടി CPIM-ലെ അതുപോലെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ മറുപടി പിണറായിയും നമ്മുടെ സെക്രട്ടറി MA ഗോവിന്ദനും അടക്കമുള്ളവർ പറഞ്ഞെങ്കിലേ പറ്റൂ. ഇങ്ങനെ ഒരു നോട്ടീസ് എന്തായാലും ക്ലിഫ് ഹൗസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചേച്ചി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിലും ഇപ്പൊ മകന്റെ വിഷയമാണെങ്കിലും മകളുടെ എന്തായാലും കിടപ്പുണ്ടല്ലോ. അപ്പൊ ഈ ഒരു വിഷയമൊക്കെ തെരഞ്ഞെടുപ്പിന് നന്നായിട്ട് ബാധിക്കുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും പിണറായി ഭരണം കാരണം ഒരുവിധം ജനങ്ങളും മടുപ്പിലായിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നേതാക്കന്മാർക്കെതിരെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പ്രശ്നങ്ങൾ, അതായത് പെണ്ണ് കേസ് വന്നു കിടപ്പുണ്ട്. പക്ഷേ ജനം നോക്കുന്നത് അദ്ദേഹം നല്ലൊരു നേതാവാണോന്ന്. ഈ കുറച്ച് കാലയളവിൽ അദ്ദേഹം പാലക്കാട് നിരവധി പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നിരവധി പേർക്കുള്ള വീടുകൾ, MLA ഫണ്ടിൽ നിന്ന് റോഡ് നിർമ്മാണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് ഒരു ജനപിന്തുണ. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് തന്നെ പ്രതികരിക്കാൻ നല്ല രീതിയിൽ നല്ല കഴിവുള്ള ഒരു നേതാവായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വിഷയം കൈകാര്യം ചെയ്തതിലെ മെച്യൂരിറ്റിയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിനെ നിലനിർത്തുന്നത്. അപ്പോൾ ജനത്തിന് ഇപ്പോൾ ആവശ്യമെന്ന് വെച്ചാൽ വേറെ നിങ്ങൾ ഇനി എന്താണെന്ന് വെച്ചാൽ അയക്കൂ, പക്ഷേ നിങ്ങളുടെ മകൾക്കോ മകനോ വേണ്ടി എന്തെങ്കിലുമൊക്കെ അയക്കും. പക്ഷെ നല്ലൊരു നാട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു നേതാവിൻ്റെ നഷ്ടമാണ്. ആ നേതാവിനെ നല്ലൊരു നേതാവായിട്ട് കാണാൻ ജനത്തിന് കഴിയില്ല. അവിടെയാണ് പിണറായി വിജയൻ തോറ്റത്. സ്വന്തം കുടുംബത്തിനെ സ്നേഹിച്ചു, പക്ഷെ ജനത്തിനെ സ്നേഹിക്കുകയൊന്നും വേണ്ട, സേവിക്കുക എന്നുള്ളൊരു ധർമ്മം. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു ചോദ്യമുണ്ട്. കാരണം 2019 അന്ന് യുവതി പ്രവേശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ആണെങ്കിൽ കേരളിന്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അങ്ങനെ പിന്നെ സ്വപ്ന സുരേഷ്, ഇതെല്ലാം അന്ന് മന്ത്രിമാരെല്ലാം നമ്മുടെ എല്ലാ മന്ത്രിമാരും ഒറ്റയടിക്ക് അടിച്ചു പോയ അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ വിഷയങ്ങളെല്ലാം ചെറുതല്ലേ എന്ന ഒരു ചോദ്യം ഉയർന്നു. അല്ല, അന്ന് വലിയ വിഷയങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അത് ഇതിൽ നിന്നൊക്കെ പിണറായിയെ രക്ഷപ്പെടുത്തിയത് ആ കോവിഡ് ആയിരുന്നു. കോവിഡ് വന്നപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ശ്രദ്ധ കോവിഡിലേക്ക് അങ്ങ് തിരിഞ്ഞു. മാത്രമല്ല ഈ കേസുകൾ അന്ന് ED അന്വേഷണമൊക്കെ വലിയ രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് നിർത്തി. ഇപ്പൊ എന്തുകൊണ്ടാണ് മകന്റെ പേരിലോ അല്ലെ മകളുടെ പേരിൽ ഇപ്പൊ മാസപ്പടി വിവാദ 24ാമത്തെ തവണയാണ് വിളിച്ചിരിക്കുന്നത്. 7.5 വർഷമായി ലാവ്ലിൻ കേസ്. ഈ സാധാരണ ഒരു വ്യക്തി ആണ്ട് ഒരു മാല കക്കാത്ത ബിന്ദുവിനെ കട്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതുവരെ ഇത്രയും വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ട് മുഖ്യമന്ത്രിയെ മകനെ മകളെ പൊക്കിയില്ല. അപ്പൊ ഒരു സാധാരണ വ്യക്തി ഏതെങ്കിലും ഒരു കടയിൽ ഒരു മോഷണം നടത്തിയെന്ന് പറഞ്ഞാൽ അപ്പോഴേ പൊക്കിയെടുത്തുന്ന പോലീസും കോടതിയും വിചാരണ ചെയ്യുന്ന കോടതിയും ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതങ്ങ് കേന്ദ്രത്തിലെ പിടിപ്പ് തന്നെ. കേന്ദ്ര അന്വേഷണ ഏജൻസി
ഏജൻസികളാകുമ്പോൾ അവിടുത്തെ പിടിപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോയി അമിത്ഷായും മോദിയൊക്കെ ഒന്ന് കണ്ടു വണങ്ങുന്നത്. അപ്പൊ ഇതൊരു CJP കൂട്ടുകെട്ട് പരസ്യമായ രഹസ്യം തന്നെയാണ്. ഇപ്പൊ അത് കുറച്ചുകൂടെ പരസ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നാളെ തടഞ്ഞ്. അപ്പം ആ കോവിഡും കൂടെ വന്നപ്പോഴത്തേന് ഇത് പെതുക്കെ മുഖ്യമന്ത്രിയുടെ മേലുള്ള പല കാര്യങ്ങളും അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. പിന്നിലെ കിറ്റും കൂടെ ജനത്തിലേക്ക് വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് ഒരു 5 കിലോ അരിയും മറ്റേ കിറ്റും സാധനം എല്ലാം കിട്ടിയപ്പോഴത്തേക്ക് പിണറായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് ഇനി കിറ്റ് എടുത്തോണ്ട് വരുമ്പോ വയലിലോട്ട് അങ്ങ് ദൂരെ അങ്ങ് എറിഞ്ഞേക്കണമെന്ന്. കാരണം അതിൽ ജനം അങ്ങ് വീണുപോയി. പക്ഷെ ഇത്തവണ അത് നടക്കൂല. ഇത്തവണ ജനത്തിന് ബോധ്യമുണ്ട്, കൃത്യമായിട്ടുള്ള വിവരമുണ്ട്. അതുകൊണ്ട് ഇത്തവണ പിണറായിയുടെ ഒരു വേല അത് നടത്താൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തങ്ങളുടെ കഷ്ടാലം ഒന്ന് ഒഴിച്ചിട്ട് വേണ്ടേ അടുത്ത പണിക്ക് കൊടുക്കാൻ. കോൺഗ്രസിന് തന്നെ പണി കൊടുക്കണമെങ്കിൽ ഇവിടെ എന്റെ ഒരു ജോലി ഭാരം ഒന്ന് കുറയണ്ടേ? ഇവിടെ പണി കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. ഓക്കെ, ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിലും എല്ലാം ഭയങ്കര കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത വിദേശയാത്രയ്ക്കുള്ള പരിപാടി മുഖ്യമന്ത്രി ഒപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് വരുന്നത് വല്ലതും വേണ്ടേ, ദുട്ട് വേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു പ്രശ്നം എപ്പോഴും ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാൻഡ്രാക്ക് അവിടെ എത്തും എന്നുള്ള രീതിയിൽ ഇത്തവണ എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഇത്രയും 10 വർഷമായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വപ്ന സുരേഷ് പറഞ്ഞു UAE കോൺസുലേറ്റിലും ജനറലുമായിട്ട് പിണറായി വിജയനും മകനെ പരിചയപ്പെടുത്തിയത് മകന് ബിസിനസ് കോടികളുടെ റെസ്റ്റോറന്റ് ഇതൊക്കെ എവിടുന്ന പൈസ? മകൻ സാധാരണ ഒരു ബാങ്ക് ജീവനക്കാരനാണ്. പക്ഷെ ജീവിതം കണ്ടാൽ മറ്റേ അംബാനിയെക്കാളും ഉള്ള ജീവിതമാണ്. അപ്പൊ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതൊന്നും കണ്ടുപിടിക്കുക ഇവർക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. കക്കാനും നിൽക്കാനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത്രയും കേസുകൾ വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിക്കാത്തത്? ഇനിയിപ്പോ പോയാലും ഫണ്ട് എങ്ങനെ എവിടെയൊക്കെ കൊണ്ടുവന്ന് ആക്കണമെന്ന് ഇനിയിപ്പോ ഇവിടെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ ഒന്നും കണ്ടുപിടിക്കത്തില്ല. ഇത് എവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ബാങ്കുകളിൽ കൊണ്ടുവന്ന് ഇടാനുള്ള സംഗതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ തലമുറകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്നാലും അന്നത്തെ കാലത്ത് അങ്ങനത്തെ പല മന്ത്രിമാരും പഴയ കാലത്ത് സമ്പാദിച്ച പല മന്ത്രിമാരുടെ മക്കൾ ഇന്നും മൃഷ്ടാനമായിട്ട് നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രീയം. പക്ഷെ ഈ വാരി എടുത്തോട്ട് പക്ഷെ ജനത്തിന് വേണ്ടുന്നതും കൂടെ കൊടുക്കണ്ടേ? എന്തിനാണ് നമ്മൾ വില കൊടുക്കാത്ത? ടാക്സോട് ടാക്സ് ആണ്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ്. ഡബിൾ ഡ്യൂട്ടിയാണ്. GST മാത്രമല്ല, അതിന്റെ ട്രിപ്പിളിങ് ഒക്കെയാണ് പോകുന്നത് പല കാര്യങ്ങൾക്കും. വെള്ളത്തിനും എല്ലാത്തിനും ടാക്സ് അല്ലേ. നികുതി ഭാരം കൊണ്ട് സത്യം പറഞ്ഞാൽ മലയാളികൾ വെട്ടിലായി ഇരിക്കുന്ന അവസ്ഥ. മാത്രമല്ല എല്ലാ കാര്യം നികുതി മാത്രമാണ്. എല്ലാത്തിനും ഉള്ള കാര്യങ്ങൾ ഏത് മേഖലയാണ് ഇവരുടെ നല്ല നമ്പർ 1 എന്ന് പറഞ്ഞതല്ല, ഇപ്പം നമ്പർ 2 3 ഒന്നും അല്ല, അങ്ങ് 100 ആയി കിടക്കുവാണ്. അതായത് ആരോഗ്യ മേഖല, എഡ്യൂക്കേഷൻ മേഖല, പിന്നെ ഏതാണ് ഏതെങ്കിലും ഒന്നെന്ന് പറയാം. ടൂറിസത്തിന്റെ എന്തൊക്കെയോ നടത്തുന്നത് എന്തെങ്കിലും ഉണ്ട്. നമ്മുടെ സ്വന്തം വൃത്തിയുണ്ട്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇതുണ്ട്. എന്ത് വൃത്തിയാണ്? തലസ്ഥാനമെങ്കിലും വൃത്തിയായിട്ട് കിടന്നിരുന്നാൽ മതിയായിരുന്നു. അത് ഇടയ്ക്ക് ഈ മുഹമ്മദ് റിയാസ് റോഡ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് തലേന്ന് മഴ പെയ്ത് ആ റോഡ് അതിലോട് പൊലിച്ചു പോയി. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരങ്ങളും കൊള്ളവയ്പും ഒക്കെ ഓരോ ഗ്രാമപ്രദേശം. ഇവരുടെ ഈ കൊള്ളയ്ക്ക് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്വർണ്ണപ്പാളിയും നമ്മുടെ സ്വർണ്ണപ്പാളി പോയതാ. അത് ഈ പറഞ്ഞ VD സതീശൻ പറയുന്നോണ് ഏതോ കോടീശ്വരന്റെ വീട്ടിലോ പ്രസ്ഥാനത്തോ ഒക്കെ ഇരിപ്പുണ്ട്. അത് ഇനിയിപ്പോ നിലവിലുള്ളതിന്റെ കാലപ്പഴക്കം നോക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് ആണ്. പക്ഷെ അതിന് എത്രമാത്രം ഈ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടെത്തലുകളും ഒക്കെ നമുക്ക് ആരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ദേവസ്വം വിജിലൻസ് ഇതുവരെ നിലവിലുള്ള അന്വേഷണം വരെ ഓക്കെയാണ്. നാളെ ഇങ്ങോട്ടാ ചാഞ്ഞാൽ തീർന്നു. അപ്പൊ ഇത് മന്ത്രിതലത്തിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ AKG സെന്ററിലേക്ക് കടകംപള്ളിയെ വിളിച്ചു കയറ്റിയത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു, അതോടെ തീരും. അപ്പൊ കടകംപള്ളിക്ക് താഴെ വരെ ഇപ്പൊ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് മന്ത്രിതലത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിണറായി വിജയൻ പെടത്തില്ല. ഇത്രയും വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ പ്രതിപക്ഷം നല്ല സ്ട്രോങ്. ഇന്ന് ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ യുവമോർച്ചയുടെ കാര്യം എടുത്തിട്ട് ശബരിമല വിഷയം ഇതുപോലെ പ്രതിഷേധാഗ്നി യുവമോർച്ച BJP ഭാഗത്തു നിന്നുണ്ടായ തീർച്ചയായിട്ടും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ താഴെ ഇറങ്ങിയേ പറ്റൂ. ഇത് പിണറായി വിജയന് നന്നായിട്ടറിയാം. ഇത് കട്ടവനാരെന്ന് നേടിയതാരെന്നും ഒക്കെ കൃത്യമായിട്ടറിയാം. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ശബരിമല വിഷയം ദേവസ്വം ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും മണ്ടയിലോട്ടിടുമ്പം
ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, 1200 ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണുള്ളത്. ഈ 1200 ക്ഷേത്രങ്ങൾ 5-6 ക്ഷേത്രങ്ങളിലേ ഉള്ള നല്ല ഫണ്ട് കിട്ടുന്നത്. ഈ 6 ക്ഷേത്രങ്ങളുടെ ഫണ്ടിന്റെ വിവരം, അല്ലെ അവിടുത്തെ സ്വർണം, അല്ലെ അവിടുത്തെ സമ്പാദ്യം പോലും വെറും 6 ക്ഷേത്രങ്ങൾ, 6 സ്ഥാപനങ്ങൾ, അല്ലെ 6 ക്ഷേത്രങ്ങളുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത ഈ ദേവസ്വം മന്ത്രിമാര് എന്തിനാണ് ഇരിക്കുന്നേ? ഇവരറിഞ്ഞില്ല. ഈ വെറും 6, ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് എന്തിനാണ്? ക്ഷേത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ. അപ്പൊ ഈ 6 ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാത്ത ദേവസ്വം മന്ത്രി എന്തിനാണ് ഇരിക്കുന്നത്? അപ്പം ദേവസ്വം മന്ത്രി അറിയാണ്ടല്ല എന്ന് ആരും പറയുന്നത്. ശബരിമലയിൽ ഒരു പാളി എന്തെങ്കിലും പോയാൽ തന്നെ അത് ദേവസ്വം മന്ത്രി അറിയും. കാരണം എന്താണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അതുപോലെ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഏത് കാര്യം അവിടെ നടത്തിയാലും, ആൾട്ടർനേഷൻ നടത്തിയാലും അത് ദേവസ്വം ബോർഡ് മാത്രമല്ല ദേവസ്വം മന്ത്രി അറിയും. അതുകൊണ്ട് ഈ നട്ടാക്കുരുക്കാത്ത നുണയൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാൽ കേൾക്കും, മറ്റുള്ളവർ നല്ല വിവരമുള്ളവർ കേൾക്കത്തില്ല. പാവങ്ങൾ ചിലപ്പം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും യുവമോർച്ചയ്ക്ക് മുന്നിൽ ആഭ്യന്തര വകുപ്പ് തന്നെ കീഴടങ്ങിയത്. പക്ഷെ ഇനിയും അത് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ പറ്റരുത്. ഇനി വീണ്ടും ഒന്നുകൂടി അമിത്ഷായെ പോയി കാണുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.